പ്ലസ് 1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചാപ്റ്റർ 9 മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് ഗ്രാമർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്താണ്, സെന്റൻസ് എന്താണ്, ആൻഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഓർ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് ഗ്രാമറിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്, സെന്റൻസ് എന്താണ്, ആൻഡും ഓർ യൂസ് ചെയ്യുന്നതൊക്കെ എപ്പോഴാണ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ എളുപ്പമാണ്. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറും അതുമായിട്ട് റിലേറ്റ് ചെയ്തും യഥാർത്ഥ സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നാണ്. സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മാത്സുമായിട്ട് റിലേറ്റഡ് ആണ്. ദ ബേസിക് യൂണിറ്റ് ഇൻവോൾവ് ഇൻ മാത്തമാറ്റിക്കൽ റീസണിംഗ് ഈസ് കോൾഡ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. എക്സാമ്പിൾ നോക്കുക. ആൻ എലിഫന്റ് വെയ്റ്റ്സ് മോർ ദാൻ എ ഹ്യൂമൻ ബീയിങ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റുമാണ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിനേക്കാൾ വെയിറ്റ് കൂടുതൽ ആനയ്ക്കാണുള്ളത്. എ സെന്റൻസ് ഈസ് കോൾഡ് എ മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ഇഫ് ഇറ്റ് ഈസ് എയ്തർ ട്രൂ ഓർ ഫോൾസ് ബട്ട് നോട്ട് ബോത്ത്. ഒരു സ്റ്റേറ്റ്മെന്റ് മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആകണമെങ്കിൽ നമുക്കതിനെ ഒന്നുകിൽ അത് ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ അത് ഫോൾസ് ആയിരിക്കണം. ഇത് രണ്ടും കൂടെ ആകാൻ പാടില്ല. അതിനുള്ള എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 2 + 2 = 4. 2 + 2 = 4 തന്നെയാണ്. അപ്പോൾ അതൊരു മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് എക്സാമ്പിൾ പറയുന്നത് സം ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് പോസിറ്റീവ്. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ സം എപ്പോഴും പോസിറ്റീവ് ആണ്. അതും ഒരു മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഗണിതപരമായി നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് നമ്പർ തന്നെ ആയിരിക്കും എന്നുള്ളത് ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുമാണ്. ശരിയല്ലേ? അതൊരു മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റും കൂടിയാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണത്. മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഒന്നുകിൽ അത് ട്രൂ ആകണം അല്ലെങ്കിൽ അത് ഫോൾസ് ആകണം. രണ്ടും കൂടെ ആകാൻ പാടില്ല. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഓൾ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ്. എല്ലാ പ്രൈം നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആണ്. ശരിയാണോ ഈ സ്റ്റേറ്റ്മെന്റ്? ഓഡ് നമ്പേഴ്സ് അല്ലാത്ത ഏതെങ്കിലും പ്രൈം നമ്പർ ഉണ്ടോ? ഉണ്ട്. 2 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. പക്ഷെ 2 is a prime number. അതുകൊണ്ട് ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേങ്കിൽ അത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഒരു സെന്റൻസിന് എപ്പോഴാണ് മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതെന്ന് മനസ്സിലായല്ലോ. ഒന്നുകിൽ അത് ട്രൂ ആകണം അല്ലെങ്കിൽ അത് ഫോൾസ് ആകണം. രണ്ടും കൂടെ ആകാൻ പാടില്ല. അതിനുള്ള എക്സാമ്പിൾസ് ആയിരുന്നു ഈ തന്നിരുന്നത്. ആദ്യത്തെ 2 ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലാസ്റ്റ് വൺ ഓൾ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ് എന്നുള്ളത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, ചെക്ക് വെദർ ദ ഫോളോയിങ് സെന്റൻസസ് ആർ സ്റ്റേറ്റ്മെന്റ്സ്. തന്നിരിക്കുന്ന സെന്റൻസുകൾ സ്റ്റേറ്റ്മെന്റ്സ് ആണോ എന്ന് പരിശോധിക്കണം. ഗീവ് 2 റീസൺസ്. ഗീവ് റീസൺസ്. അതിന്റെ കാരണവും നമ്മൾ എഴുതണം. ഫസ്റ്റ് വൺ, 8 is less than 6. 8 is less than 6. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണോ എന്നാണ് നോക്കേണ്ടത്. അടുത്ത എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് സൺ ഈസ് എ സ്റ്റാർ. അടുത്ത പറഞ്ഞിരിക്കുന്നത് there is no rain without clouds. അടുത്തത് every set is a finite set. Mathematics is fun. How far is Chennai from here? ഈ തന്നിരിക്കുന്നതെല്ലാം ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്.
8 is less than 6. 8 is less than 6 എന്ന് പറയുമ്പോൾ ഈ സെന്റൻസ് ഒരു ഫോൾസ് സെന്റൻസ് ആണ്. പക്ഷേ അത് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? 8 ലെസ് ദാൻ 6 അല്ല, 8 is greater than 6 ആണ്. അപ്പൊ അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയല്ലേ? അടുത്ത the sun is a star. നമുക്കറിയാം സൺ ഒരു സ്റ്റാർ ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണത്. there is no rain without clouds. മേഘങ്ങളില്ലാതെ മഴയുണ്ടാകില്ല. it is also a true statement. every set is a finite set. അത് നമ്മൾ സെറ്റിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. എല്ലാ സെറ്റുകളും ഫൈനൈറ്റ് സെറ്റ് ആണ്. ട്രൂ ആണോ അത്? അല്ല. ഫൈനൈറ്റ് അല്ലാത്ത ഇൻഫിനിറ്റ് സെറ്റ്സും ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാ സെറ്റുകളും ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന മാത്തമാറ്റിക്സ് ഈസ് ഫൺ. മാത്തമാറ്റിക്സ് ഒരു ഫൺ ആണ്, തമാശ ഉള്ള സാധനമാണ്, ഒരു സബ്ജക്റ്റ് ആണ്. മാത്തമാറ്റിക്സ് ഈസ് ഫൺ. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? ചിലരെ സംബന്ധിച്ച് അത് തമാശയായിരിക്കാം, വളരെ ഈസി ആയിരിക്കാം, എൻജോയബിൾ ആയി. ചിലരെ സംബന്ധിച്ചും അത് വളരെ ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ ഈസി ആവാം, ചിലർക്ക് ഡിഫിക്കൽട്ട് ആവാം. അപ്പം നമുക്കത് രണ്ടും കൂടെ എന്ന് പറയാൻ പറ്റത്തില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എയ്തർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഇറ്റ് ഈസ് ഫോൾസ്. രണ്ടും കൂടെ ആകാൻ പാടില്ല. അപ്പോഴതിനെ നമുക്ക് എന്താന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ലാസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഹൗ ഫാർ ഈസ് ചെന്നൈ ഫ്രം ഹിയർ. ഇവിടെ നിന്നും ചെന്നൈ വരെ എത്ര ദൂരമുണ്ട്? നമ്മൾ ഓർത്തിരിക്കുക, ഹിയർ, ദെയർ ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ സെന്റൻസിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കത്തില്ല. ഇവിടെ നിന്നും ചെന്നൈ വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? ആ ഇവിടെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ആ വേരിയബിളിനെ വെച്ചിട്ട് നമുക്ക് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ഹിന്റാണ് ഹിയർ, ദെയർ, ടുഡേ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഇത് അതിനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ലാസ്റ്റ് എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഇതിന്റെ എല്ലാ എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. The sentence is false because 8 is greater than 6. False ആണെങ്കിൽ അത് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് false ആണ്. There are sets which are not finite. Finite അല്ലാത്ത സെറ്റുകളും ഉണ്ട്. It is a statement. The sun is a star. It is an established fact. Therefore it is a statement. ഇതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള വേർഡ് ആണ്. എന്താ പറഞ്ഞേ? Who like maths or dislike maths. Depends on the person. അതുകൊണ്ട് അതിനെ നമുക്ക് എന്താന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അടുത്തത് പറഞ്ഞിരിക്കുന്നത് സയന്റിഫിക്കലി എസ്റ്റാബ്ലിഷ്ഡ് ട്രൂത്ത് ആണ്. ക്ലൗഡ് ഈസ് ഫോംഡ് ബിഫോർ ഇറ്റ് റെയിൻസ്. Therefore it is always true. Hence it is a statement. അടുത്ത പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഹിയർ എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അതിന്റെ നോട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. സെന്റൻസസ് ഇൻവോൾവിംഗ് വേരിയബിൾസ് സച്ച് ആസ് ടുഡേ, ടുമോറോ, യെസ്റ്റർഡേ, ഹിയർ, ദെയർ ആർ നോട്ട് സ്റ്റേറ്റ്മെന്റ്സ്. സെന്റൻസിനകത്ത് ടുഡേന്നോ ടുമോറോന്നോ യെസ്റ്റർഡേന്നോ ഹിയർ, ദെയർ എന്നുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ നമുക്കതിനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കാൻ സാധിക്കുകയില്ല. ക്ലിയർ ആയോ? It's very important for the examination point of view. Negation of a statement. What is a negation? Negation of a statement. എന്താണ് അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് നോക്കുക. The denial of a statement is called negation of a statement. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും എന്താണ് നെഗേഷൻ എന്നുള്ളത്. ആ എക്സാമ്പിൾ കൊടുത്തിരിക്കുമ്പോൾ നമ്മളൊരു പി, അത് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യേണ്ട. ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പി എന്ന് കൊടുത്തിരിക്കുന്നത്. ന്യൂഡൽഹി ഈസ് എ സിറ്റി. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. നൗ വി ഹാവ് ടു ഫോം ദ നെഗേഷൻ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. നെഗേഷൻ, ഇതിന്റെ നെഗേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കുക.
നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം. ഡെനിയൽ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ആണ് നെഗേഷൻ എന്ന് പറഞ്ഞത്. ന്യൂഡൽഹി ഈസ് എ സിറ്റി എന്നാണ് തന്നിരിക്കുന്നത്. അതിന്റെ നെഗേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 രീതിയിൽ എഴുതാവുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ന്യൂഡൽഹി ഈസ് നോട്ട് എ സിറ്റി. അതാണ് അതിന്റെ നെഗേഷൻ. ന്യൂഡൽഹി ഈസ് എ സിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ നെഗേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ നോട്ട് ചേർത്ത് എഴുതും. ഇത് ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. നിങ്ങൾ അതിന്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കുക. ന്യൂഡൽഹി ഈസ് എ സിറ്റി. ആ സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂഡൽഹി ഈസ് നോട്ട് എ സിറ്റി. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രാമറിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നോട്ട് എ സിറ്റി. അതിനെയാണ് നമ്മളിവിടെ നെഗേഷൻ എന്ന് പറയുന്നത്. ഇനി നെഗേഷൻ എഴുതാനുള്ള 1-2 മെത്തേഡുകൾ കൂടെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കുക. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രീഫിക്സ് ചെയ്ത് എഴുതുക. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് എ സിറ്റി. അപ്പോഴും നെഗേഷൻ തന്നെയാണ് കിട്ടുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കുക. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് എ സിറ്റി. അതിന്റെ മീനിങ് നിങ്ങളൊന്ന് നോക്കുക. അപ്പോഴെന്താണ് നെഗേഷൻ എന്നുള്ളൊരു ഐഡിയ കിട്ടും. ന്യൂഡൽഹി ഈസ് എ സിറ്റി എന്നൊരു സെന്റൻസ് തന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ എഴുതാൻ പറഞ്ഞാൽ സിംപിളി നമുക്ക് എഴുതാം ന്യൂഡൽഹി ഈസ് നോട്ട് എ സിറ്റി എന്ന് എഴുതാം. ഓർ ഇങ്ങനെയും നമുക്ക് എഴുതാം ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് എ സിറ്റി. അതും നെഗേഷൻ ആണ്. വേറൊരു മെത്തേഡ് ഉണ്ട്. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് എ സിറ്റി. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ നെഗേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നോട്ട് ചേർത്ത സെന്റൻസിനെ എഴുതുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിന്റെ തൊട്ടു മുമ്പിലായിട്ട് ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് ചേർക്കുക. അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തൊട്ടു മുമ്പിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് എഴുതുക. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ നമുക്ക് നെഗേഷൻ എഴുതാൻ പറ്റും. വളരെ എളുപ്പമാണ് നെഗേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നോട്ട് നെഗറ്റീവ് വേർഡ് ആക്കാൻ വേണ്ടി നോട്ട് ചേർത്ത് എഴുതുക. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തൊട്ട് മുമ്പിൽ പ്രീഫിക്സ് ചെയ്യുക. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്. അതാണ് അണ്ടർലൈൻ ചെയ്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്. അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്. അപ്പോൾ നെഗേഷൻ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതെന്നും ഫോം ചെയ്യുന്നതെന്നും ക്ലിയർ ആയല്ലോ. അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇഫ് പി ഇസ് എ സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റിന് ഒരു പേര് നമ്മൾ അസൈൻ ചെയ്തു എന്നേ ഉള്ളൂ, പി. then the negation of P is also a statement. നെഗേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ന്യൂഡൽഹി ഈസ് എ സിറ്റി, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ന്യൂഡൽഹി ഈസ് നോട്ട് എ സിറ്റി, ഇറ്റ്സ് ഓൾസോ എ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നെഗേഷൻ എന്ന് പറയുന്നതും സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കോളുക. ഇത് വായിക്കുന്നത് നോട്ട് പി എന്നാണ് വായിക്കുന്നത്. നോട്ട് പി. ഡെഫിനിഷൻ മനസ്സിലായല്ലോ. Now the exercise question. Write the negation of the following statements. First one. Chennai is the capital of Tamil Nadu. ഇതിന്റെ നെഗേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെന്നൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്. അത് നമുക്കറിയാവുന്ന കാര്യം. ഇതിന്റെ നെഗേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 രീതിയിൽ ഏതെങ്കിലും ഒരു രീതി എഴുതിയാൽ മതി ആൻസർ എഴുതാൻ. ഒന്നെങ്കിൽ ചെന്നൈ ഈസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട് എന്ന് എഴുതാം. അല്ലെങ്കിൽ it is not the case that Chennai is the capital of Tamil Nadu എന്ന് എഴുതാം. അല്ലെങ്കിൽ it is false that Chennai is the capital of Tamil Nadu എന്ന് എഴുതാം. അടുത്തത് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ 2 is not a complex number. ഇതിന്റെ നെഗേഷൻ എഴുതാൻ പറഞ്ഞേക്കുന്നത്. എങ്ങനെ എഴുതും? it is false that 2 is not a complex number. അതല്ലെങ്കിൽ it is not the case that 2 is not a complex number. നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചിരിക്കുക. അടുത്ത all triangles are not equilateral. അവിടെ എന്ത് ചെയ്താൽ മതി? it is false that എന്ന് എഴുതാം. അല്ലെങ്കിൽ it is not true that എന്നുള്ള രീതിയിൽ എഴുതി പോകാവുന്നേ ഉള്ളൂ. it is false that എന്ന് എഴുതാം. അല്ലെങ്കിൽ it is not a case that എന്ന് എഴുതാം.
അല്ലെങ്കിൽ തന്നിരിക്കുന്ന സെന്റൻസിന് അതനുസരിച്ച് റീഡിഫൈൻ ചെയ്യും. ആ റീഡിഫൈൻ ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഇത് മാത്രം അങ്ങ് പഠിച്ചിരിക്കുക. അതുപോലെ ബാക്കി രണ്ടെണ്ണവും ചെയ്യാമല്ലോ. ഓക്കെ.